السلام عليكم. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഗൗരവവും ആദരവും നിറഞ്ഞ ഉസ്താദുകളെ, എന്റെ കരണിന്റെ കൃഷ്ണമായ മുതാലിം സുഹൃത്തുക്കളെ, നാം ഏവരും ഒരുമിച്ച് ഇതുകൂടെ അവന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കുടുമാറകട്ടെ. ആമീൻ. ഞാനിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അത് നമ്മുടെ നബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ വിഷയത്തിലും ശ്രേഷ്ഠമായവരാണ്. ബുസൂരിമാം പറഞ്ഞതുപോലെ മുഹമ്മദുൻ സയ്യിദുൽ ഖൗനൈനി വസ്സഖലൈനി മൽ ഫരീഖൈനി മിൻ അർബി വമിൻ അജമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സർവ്വ ഇൻസ് ജിന്നുകളും മറ്റു എല്ലാ വസ്തുവിനേക്കാൾ ഉത്തമമായവരാണ്. ലോകത്തുള്ള എല്ലാ വസ്തുക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല എല്ലാ വസ്തുക്കളും എല്ലാ കല്ലുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു കൊണ്ടുപോകുമ്പോൾ അജ്വ എന്ന ഈത്തപ്പന മരത്തിൽപ്പെട്ട ഒരു മരം മറ്റു മരങ്ങളോട് പറയുന്നു, അതാ ഓ മരമേ, ഓ മരങ്ങളെ, അതാ നബി പറഞ്ഞുണ്ട്, നിങ്ങൾ എല്ലാവരും ആ നബിക്ക് തന്നെ നൽകണം എന്ന് പറഞ്ഞു. മാത്രമല്ല ഒരിക്കൽ ഒരു മനുഷ്യൻ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വാദിക്കുന്ന മതം സത്യമാണെങ്കിൽ, നിങ്ങൾ വാദിക്കുന്ന മതം സത്യമാണെങ്കിൽ, നിങ്ങൾ നബിയാണെന്ന് സത്യമാണെങ്കിൽ നിങ്ങൾ ആ കാണുന്ന മരത്തിനെ ഇങ്ങോട്ട് ക്ഷണിക്കണം. ഇതിനെ കുറിച്ച് ബൂസൂരിമാം പറയുന്നുണ്ട്, جاءتني دعوته أستار ساجدة تمشي إليه على شاق بلا قدم. ആ മരത്തിനെ ക്ഷണിച്ചപ്പോൾ ആ മരം തന്റെ വേരുകളൊക്കെ മണ്ണുകളെ തട്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നു. മാത്രമല്ല കല്ലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറയാനുണ്ടായിരുന്നു. ഒട്ടകങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിക്കുകയായിരുന്നു. മാത്രമല്ല ആ ഒട്ടകങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കേസ് പറയാനുണ്ടായിരുന്നു. ഇതിന് കാരണം ലോകത്തിന്റെ എല്ലാ വസ്തുക്കളും എല്ലാ സർവ്വ ഇൻസ് ജിന്നുകളും എല്ലാ വസ്തുക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം മനസ്സിലാക്കിയിട്ടുണ്ട്. ഏത് വസ്തുക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഭയത്തിന് വേണ്ടി പോയാൽ അവർ അതിന് മധുരം ലഭിക്കുകയായിരുന്നു. ഒരിക്കൽ ഹക്കീം ഇബ്നു ഹിഷാം എന്ന വലിയ കച്ചവടക്കാരനോട് അവരുടെ അമ്മായിയായ ഖദീജ ബീവി പറയുന്നുണ്ട്, എനിക്കൊരു അടിമയെ കുട്ടി വേണം. അപ്പോൾ ആ വലിയ കച്ചവടക്കാരൻ ചന്തയിലേക്ക് പോയി ഒരു അടിമയെ കുട്ടി വാങ്ങി ഖദീജ ബീവിയിലേക്ക് കൊടുത്തു. ഖദീജ ബീവി ആ കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖിദ്മത്തിന് വേണ്ടി കൊടുത്തു. അങ്ങനെ ആ മകനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ലതുപോലെ വളർത്തി. ഒരു ദിവസം ആ മകനെ അന്വേഷിച്ചുകൊണ്ട് അവരുടെ വാപ്പയും എലാപ്പയും വന്നു. അവർക്ക് മക്കൾ ഒരാളുടെ എന്റെ മകൻ ഉണ്ടെന്നുള്ള വിവരം കിട്ടിയപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നു ചോദിച്ചു, ആ മകൻ നമ്മുടെ മകനാണ്, നമ്മൾക്ക് തന്നെ തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സാരമില്ല, നിങ്ങൾ നിങ്ങളുടെ മകനെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ ആ മകൻ പറഞ്ഞു, എന്റെ വാപ്പയും എലാപ്പയും വിളിച്ചാൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിട്ടുപോകില്ല. കാരണം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലത്തെ സ്നേഹം എനിക്ക് എന്റെ വാപ്പയും എലാപ്പയും അടുത്ത് കിട്ടുകയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത് എന്റെ മകനാണ്, ഇവനെ നല്ലതുപോലെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്റെ മകനാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ മകനെ നല്ലതുപോലെ വളർത്തുകയാണ്. അതുകൊണ്ട് അവർ പിന്തിരിഞ്ഞു പോയി. ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം വലുതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിൽ നിർത്താം. വആഖിറു ദഅവാനാ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Judges, please note on the baby on the stage.
السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനം ആദരവും നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ സ്നേഹം നബികളായ മുത്തുവാനും സുഹൃത്തുക്കളെ, ഞാൻ എടുത്ത വിഷയം പ്രവാചകരുടെ സ്നേഹത്തിനെ കുറിച്ച് അല്പ ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അന്ധകാരനിടമായ അറബ്യൻ മർമണ്ണിലേക്ക് പ്രയോജിതരായത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണ്. അധർമ്മത്തിന്റെയും അനീതിന്റെയും അക്രമത്തിന്റെയും അനാചാരത്തിന്റെയും കീർത്തും അതിന്റെ സത്യത്തിന്റെയും സമാധാനത്തിലേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണ് നയിച്ചത്. അവർ മുമ്പ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, വാർ, വൈനുമേൻ അഥവാ യുദ്ധം, മദ്യം എന്ന 3 കാര്യങ്ങളെ സിംഹഭാഗമാക്കി വെച്ച അത് കാര്യങ്ങളിൽ നിന്ന് എടുത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിവർത്തിപ്പിച്ചു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹത്തിന്റെ ഒരു പ്രപഞ്ചത്തിന്റെ തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, അറിയില്ല നിങ്ങൾക്ക് സുബ്ഹാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹിദ്മത്ത് ചെയ്ത മഹാമഹിഷനെ ഒരിക്കൽ സുബ്ഹാൻ റളിയല്ലാഹു അൻഹു തന്റെ ശ്രേഷ്ഠമായ സുഹൃത്തുക്കളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വരുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, എന്റെ ശൂബാൻ നീ കരയുന്നത്, എന്റെ ശൂബാൻ നീ കരയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ ശൂബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അങ്ങേ വല്ലാത്ത ഇഷ്ടമാണ് നബിയെ, അങ്ങേ വല്ലാത്ത ഇഷ്ടമാണ് നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി കരയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാഠം കേൾക്കുകയാണ്, കരയണ്ടടാ കരയണ്ടടാ എന്ന് കേട്ടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശൂബാൻ പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ ഞാനെങ്കിലും പ്രവചനന്മാരെ വിരിക്കുമ്പോൾ ഞാൻ താജ്തട്ടിലായിരിക്കില്ല നബിയെ. അങ്ങനെ താജ്തട്ടിൽ ഈ പാവ ശൂബാൻ എങ്ങനെയാണ് കാണാൻ സഹിക്കുകയെ നബിയെ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് മലക്കുൽ ജിബ്രീൽ അലൈഹിസ്സലാം വരുകയാണ്. വന്നു വഹിയറിയിക്കുകയാണ്, ഉമയ്യത്തുല്ലാഹു വറസൂലഹു ഫൗലൈക അല്ലദീന അൻഅമ അലൈഹിം മിനൻ നബിയ്യീന വസ്ദിഖീന വശുഹദാഇ സ്വാലിഹീൻ. ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനെ വസിപ്പെട്ടാൽ അവർ അല്ലാഹുവിനെ അനുഗ്രഹിച്ച ശുഹദാക്കളുടെ കൂടെ ആയിരിക്കും. മഞ്ഞിനും പെണ്ണിനും വേണ്ടി ജീവിതം നയിച്ചവരെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിവർത്തിപ്പിച്ച് നന്മയെ വാക്കുകളെ കൊണ്ടാണ്. അങ്ങനെ പ്രവാചക സ്നേഹം ദീനിന്റെ ആദിശരത്തിൽ പെട്ടതാണ്. എങ്കിലാ മുജറമൂൻ, പ്രിയമുള്ളവരെ, ഞാൻ നെഞ്ചിൽ കൈവച്ച് പറയുകയാണ്, എത്രയാൻ ഞങ്ങൾക്ക് നിങ്ങൾക്ക് സ്നേഹമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കാം. വാഖിർ ജവാനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. മത്സരം തുടർന്ന് കോഡ് ലെറ്റർ സി ഓമ്പുകയാണ്. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ ഉസ്താദവർകളെ, അതേപോലെ എന്റെ മുമ്പിലിരിക്കുന്ന നല്ലവരായ മുതഅല്ലിം സുഹൃത്തുക്കളെ, അതേപോലെ നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ നഈം എന്ന സുഖലോക സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മുത്തുനബിയുടെ ജന്മദിനം കൊണ്ടാടുകയാണ്. ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇഷ്ടവെച്ചുകൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ജന്മദിനം കൊണ്ടാടുന്ന ഒരു നേതാവിനെ കാണാൻ സാധിക്കുകയില്ല. അങ്ങനെ ജനങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് റഹ്മത്തുൽ ആലമീൻ ആശിഖുർ റസൂൽ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. അതിനൊക്കെ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയായത് കൊണ്ടാണ് അല്ലാഹു തആല തന്നെ സൂചിപ്പിച്ചത്. ആ നബിയുടെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. ഒരു അർത്ഥത്തില് ഈ ലോകം തന്നെ ആ നേതാവിന് വേണ്ടിയാണ്. അതുകൊണ്ട് ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകാശത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. എല്ലാ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനം എന്താണ്? മുൻകാല നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നമ്മുടെ നബിയാണ്. ഉമ്മത്തുകളിൽ വിഷയം നോക്കുകയാണെങ്കിൽ അവിടെയും ശ്രേഷ്ഠമായത് ഞാനും നിങ്ങളും കൊണ്ടാടുന്നത് നബിയുടെ ഉമ്മത്താണ്. ഇമാം പറഞ്ഞതുപോലെ മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വൽ ഫഖലൈനി വൽ ഫരീഖൈനി
തങ്ങൾ സർവ്വ ജിന്നുകളിലും മറ്റു എല്ലാ വസ്തുവിനേക്കാൾ ഏറ്റവും ഉത്തമമായവരാണ്. ലോകത്തുള്ള എല്ലാ മരങ്ങൾക്കും കല്ലുകൾക്കും എല്ലാ വസ്തുക്കൾക്കും നബി തങ്ങളുടെ മഹത്വം മനസ്സിലായിട്ടുണ്ട്. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശ്രമിച്ചിട്ടുണ്ട്. നബി തങ്ങൾ തടഞ്ഞു പോകുമ്പോൾ അജുവ എന്ന ഇപ്പത്ത നല്ലി പെട്ട ഒരു മരങ്ങളോട് വിളിച്ചു പറഞ്ഞു, ഓർ മരങ്ങളെ അതാ നബി പറയുന്നുണ്ട്, ആ നബിക്ക് നിങ്ങൾ എല്ലാവരും തണൽ നൽകണം. ഒരിക്കലും ഒരു മനുഷ്യൻ വന്ന് നബിയോട് പറയുന്നു, നിങ്ങൾ വാദിക്കുന്ന മതം സത്യമാണെങ്കിൽ, നിങ്ങൾ നബിയാണെന്ന് സത്യമാണെന്നാൽ നിങ്ങൾ കാണുന്ന ആ മരത്തിനെ ഇങ്ങോട്ട് ക്ഷണിക്കണമെന്ന്. അതിനെക്കുറിച്ച് ബുസൈരി ഇമാം പറയുന്നുണ്ട്, ആ മരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷണിച്ചപ്പോൾ ആ മര നബിയുടെ ക്ഷണത്തിന് തന്റെ വിരകളിലെ മണ്ണുകളൊക്കെയും തട്ടിക്കൊണ്ട് നബിയുടെ അടുത്തേക്ക് നടന്നു വന്നു. കല്ലുകളും നബി തങ്ങൾക്ക് സലാം പറയാനുണ്ടായിരുന്നു എന്ന് ഹദീസുകൾ പറയാനുണ്ട്. അതുപോലെ ഒട്ടകങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ഒട്ടകങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കേസ് പറയാനുണ്ടായിരുന്നുണ്ടെങ്കിൽ കാരണം സർവ്വ വസ്തുക്കൾക്കും നബി തങ്ങളെ കുറിച്ച് മനസ്സിലായിരുന്നുണ്ട്. എല്ലാ വസ്തുക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം കരുണമായിരുന്നു. ഏത് വസ്തുക്കൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഭയത്തിന് വേണ്ടി വന്നാൽ അവർ അതിനെ മധുരം അനുഭവിക്കും. ഒരിക്കൽ സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഉസാമ എന്നവരുടെ ചരിത്രം ഉൾക്കൊണ്ട് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. പണ്ട് കാലത്ത് കുട്ടികളെ അടിമയാണ് എന്ന് വിചാരിച്ച് പലരും വാങ്ങാനും ഉണ്ടായിരുന്നു. ഒരിക്കൽ ഹക്കീം ഇബ്നു ഇസ്ലാം എന്ന വലിയ കച്ചവടക്കാരൻ അവരോട് ഉമ്മയായ ഖദീജ ബീവി പറഞ്ഞു, എനിക്ക് ഒരു അടിമക്കുട്ടി വേണം. അങ്ങനെ ഇസ്ലാം ചന്തയിലേക്ക് പോയി ഒരു അടിമയെ വാങ്ങി ഖദീജ ബീവിയിലേക്ക് കൊടുത്തു. ആ അടിമയെ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ നബിയുടെ ഖിദ്മത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കൊടുത്തു. ആ അടിമയുടെ പേരാണ് ഉസാമ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ മകനെ പോലെ ഉസാമയെ വളർത്തി. ഒരിക്കലും ഈ ഉസാമയെ ഒപ്പയും എല്ലാപ്പയും ഉസാമയെ അന്വേഷിപ്പിച്ചെന്ന് അവർക്ക് മക്കയിൽ ഒരാളുടെ അടുത്ത് തന്റെ മകനെ ഉണ്ട് എന്നുള്ള വിവരം അവർക്ക് കിട്ടിയപ്പോൾ അവർ മക്കയിലേക്ക് പോയി നോക്കുമ്പോൾ ആ മകനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിമയായിട്ടുള്ളത് അവർ നബിയോട് പറഞ്ഞ്, അത് നമ്മുടെ മകനാണ്, ആ മകനെ നമ്മൾക്ക് തരണം, സാരമില്ല, നിങ്ങളുടെ മകൻ നിങ്ങളെ കൊണ്ടുപോവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ മകൻ പറഞ്ഞു, എന്റെ വാപ്പയും ഏലാപ്പയും വിളിച്ചാൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ടു പോവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിലേക്ക് ഞാൻ നിർത്താം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോഡ് ലെറ്റർ D on the stage.